നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സൗദി മധ്യസ്ഥത വിജയിച്ചു. സിറിയയ്ക്കും ലെബാനുമിടയിൽ അതിർത്തി നിർണ്ണയിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ജിദ്ദയിൽ നടന്ന ചർച്ചകളിൽ. ഭൂകമ്പം കനത്ത നാശം വിധിച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുന്നു. മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 1002 മരണമാണ് സ്ഥിരീകരിച്ചത്. നിരവധി പേർ ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 2376 പേർക്ക് പരിക്കേറ്റതായി മ്യാൻമാർ സൈനിക വക്താവ്. തായ്ലൻഡും വൻ നാശനഷ്ടം. ചൈനയുടെയും റഷ്യയുടെയും ഭീഷണി തടയാൻ US ഗ്രീൻലാൻഡ് ആർട്ടിക് ദ്വീപിന്റെ നിയന്ത്രണം നേടണമെന്ന് സൈനികരോട് ആഹ്വാനം ചെയ്ത ഗ്രീൻലാൻഡിലെത്തിയ US വൈസ് പ്രസിഡന്റ് ഡി വാൻസ്. ഏലിയൻ നിയമം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് തുടരാൻ സർക്കാരിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് വൈറ്റ് ഹൌസ്. UN നേതൃത്വത്തിൽ ഉക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഉക്രൈൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുക എന്നതാണ് ആശയമെന്നും പുടിൻ. ആമസോൺ സ്ഥാപകനായ കോടീശ്വരൻ ജെഫ് ബെസോസും മുൻ TV ജേർണലിസ്റ്റ് ലോറൻസ് സാഞ്ചയും തമ്മിലുള്ള വിവാഹത്തിന് വെനീസ് ആതിഥേയത്വം വഹിക്കും. ജൂൺ 24-നും 26-നും ഇടയിൽ നടക്കാനിരിക്കുന്ന 3 ദിവസത്തെ വിവാഹ പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപും എത്തും. ലക്ഷ്യമിട്ടത് 100 കോടി ദിർഹം സമാഹരിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മക്തും. റംദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻവോൾവ്മെന്റിലേക്ക് ഇതുവരെ ലഭിച്ചത് 372 കോടി ദിർഹം. എമിറേറ്റ്സിൽ ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിൽ പൊതു പാർക്കിംഗ് സൗജന്യം. ബഹുനില പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളാണ് സൗജന്യം ലഭിക്കുക. റംദാൻ മാസത്തിൽ ബാക്കി ദിവസങ്ങളിൽ മസ്ജിദുൽ ഹറാമിൽ ചെലവഴിക്കാൻ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ മക്കയിലെത്തി. ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിലേക്ക് ഇന്ത്യ വ്യോമസേനയുടെ C-130J വിമാനത്തിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ അയക്കും. വാർത്തകൾ വിശദമായി. സിറിയയ്ക്കും ലെബാനുമിടയിൽ അതിർത്തി നിർണ്ണയിച്ചു വാൻ. തർക്കം ഒഴിവാക്കിയത് സൗദിയുടെ നിർണായക ഇടപെടൽ. സൗദി മധ്യസ്ഥതയിൽ ജിദ്ദയിൽ നടന്ന യോഗത്തിൽ ഇരു രാജ്യങ്ങളും പ്രതിരോധ മന്ത്രിമാർ അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ചർച്ചകളാണ് കരാർ ഒപ്പുവെക്കലിൽ കലാശിച്ചത്. ലെബാൻ പ്രതിരോധ മന്ത്രി മിഷാൽ മാൻസിയും സിറിയൻ പ്രതിരോധ മന്ത്രി മുർഹഫ് അബു ഹസ്രയുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. ലെബാൻ സിറിയൻ അതിർത്തിയിലെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ സൗദി ഔദ്യോഗികം വഹിച്ച ചർച്ചയ്ക്ക് വ്യാഴാഴ്ചയാണ് ലെബാൻ സിറിയ പ്രതിരോധ മന്ത്രിമാർ ജിദ്ദയിലെത്തിയത്. അതിർത്തി നിർണ്ണയിക്കുന്നതിന് പുറമെ സുരക്ഷാ സൈനിക വെല്ലുവിളികൾ നേരിടുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏകോപിപ്പിക്കുവാനും ധാരണയായി അവർ വിശദീകരിച്ചു. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുന്നു. മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 1002 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിരവധി പേർ ഇനിയും കെട്ടിടത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി BCC റിപ്പോർട്ട് ചെയ്യുന്നു. 2376 പേർക്ക് പരിക്കേറ്റതായി മ്യാൻമാർ സൈനിക നേതാവ് വ്യക്തമാക്കി. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭൂകമ്പം കനത്ത നാശം വിതച്ച മ്യാൻമാറിന് കൈത്താങ്ങായി ഇന്ത്യ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ സഹായഹസ്തവുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. തായ്ലൻഡിലും ഭൂകമ്പം കനത്ത നാശനഷ്ടമുണ്ടാക്കിയിരിക്കുന്നു. ഗ്രീൻലാൻഡിലെ ജനതയുടെ നെഞ്ചിൽ തീ കോരിയിടുകയായിരുന്നു അവിടെ സന്ദർശനത്തിനെത്തിയ US വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ചെയ്തത്. ചൈനയുടെയും റഷ്യയുടെയും ഭീഷണി തടയാൻ US ഗ്രീൻലാൻഡ് എന്ന ആർട്ടിക് ദ്വീപിന്റെ നിയന്ത്രണം നേടണമെന്ന് ഗ്രീൻലാൻഡിലെ സൈനികരോട് ഡി വാൻസ് ആഹ്വാനം ചെയ്തു. അതിനിടെ ലോക സമാധാനത്തിന് US ഗ്രീൻലാൻഡ് ആവശ്യമാണെന്ന് തന്റെ മുൻ അവകാശവാദങ്ങൾ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. അമേരിക്ക അതിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണമെന്ന് ഗ്രീൻലാൻഡ് മനസ്സിലാക്കുന്നുണ്ടെന്നും താൻ കരുതുന്നു എന്ന് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ US പ്രസിഡന്റ് പറഞ്ഞു. ഹിസ്ബുള്ള വെടിനിർത്തലിന് ശേഷം ആദ്യമായി ബെയ്റൂട്ടിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. കഴിഞ്ഞ വർഷം നവംബർ 27-നാണ് ഹിസ്ബുള്ള ഇസ്രയേൽ തമ്മിലുള്ള വെടിനിർത്തൽ ഒപ്പുവെച്ചത്. ഈ കരാറിന് ശേഷം ഇത് ആദ്യമായാണ് ആക്രമണം നടത്തിയത്. തെക്കൻ പ്രാന്ത പ്രദേശമായ ദഹിയയിൽ ആക്രമണം നടന്നത്. ലെബൻ തലസ്ഥാനത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്നും സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി താമസക്കാർ പറഞ്ഞു. ആക്രമണത്തിന് മുമ്പ് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദാഹിയയിലെ 2 സ്കൂളുകൾക്ക് സമീപമുള്ള ഒരു കെട്ടിടത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് വക്താവ് മുന്നറിയിപ്പ് നൽകിയത്. മുന്നറിയിപ്പിന് ശേഷം 2 ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. ഉക്രൈനിലെ ഡിനിപ്രോയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.
ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നുള്ള 10 വീടുകൾക്ക് തീപിടിച്ചതായും റിപ്പോർട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഹോട്ടൽ സമുച്ചയത്തിലെ തീപിടുത്തം അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയതായാണ് റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള സംയോജനത്തിന് ഭീഷണിയായി ഒരു ധാതു കരാറും ഉക്രൈൻ അംഗീകരിക്കുന്നില്ലെന്നും എന്നാൽ വാഷിംഗ്ടൺ നിർദ്ദേശിച്ചത് നാടകീയമായി വികസിപ്പിച്ച ധാതു കരാറിൽ ജാഗ്രത പാലിക്കുകയാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. ഏലിയൻ നിയമം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് തുടരാൻ സർക്കാരിനെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വൈറ്റ് ഹൌസ് സുപ്രീം കോടതിയെ സമീപിച്ചു. യുദ്ധകാല നിയമപ്രകാരം കുടിയേറ്റക്കാരെ പുറത്താക്കുന്നത് താൽക്കാലികമായി തടഞ്ഞ വാഷിംഗ്ടൺ ഡിസിയിലെ ഒരു ഫെഡറൽ ജഡ്ജിയുടെ ഉത്തരവ് ഫെഡറൽ അപ്പീൽ കോടതി ശരിവെച്ചതിന് പിന്നാലെയാണ് സുപ്രീം കോടതി വൈറ്റ് ഹൌസ് സമീപിച്ചത്. വെനിസ്വേലക്കാരെ നാടുകടത്തുന്നത് താൽക്കാലികമായി തടഞ്ഞതാണ് ഫെഡറൽ കോടതിയുടെ ഉത്തരവ്. UN നേതൃത്വത്തിൽ ഉക്രൈനിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചു. ദേശീയ വോട്ടുകൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ള വ്ളാഡിമിർ പുടിൻ ഉക്രൈൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുക എന്നതാണ് ആശയമെന്നും പറഞ്ഞു. അതേസമയം US ഈ നിർദ്ദേശം നിരസിച്ചു. ഡൊണാൾഡ് ട്രംപുമായുള്ള സമീപകാല ഫോൺ കോളുകളിൽ പുടിൻ ഈ ആശയം ഉന്നയിച്ചിട്ടില്ലെന്നും ക്രെംലിൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം ഗൗരവമായി എടുക്കണമെന്ന് വ്യക്തമല്ല എന്ന് US പ്രതിനിധി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മോദിയെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുദ്ധിമാനായ മനുഷ്യൻ, എന്റെ നല്ല സുഹൃത്ത് എന്നാണ് മോദിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. ന്യൂജേഴ്സിയിലെ US അറ്റോർണി അലീന ഹബേഡ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാധ്യമപ്രവർത്തകരുമായുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വ ഗുണങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ട്രംപ് അദ്ദേഹത്തെ മഹാനായ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ മിടുക്കനായ ഒരു മനുഷ്യനും എന്റെ ഒരു നല്ല സുഹൃത്തുമാണ്. ഞങ്ങൾ വളരെ നല്ല ചർച്ചകൾ നടത്തി. ഇന്ത്യയ്ക്കും നമ്മുടെ രാജ്യത്തിനും ഇടയിൽ ഇത് വളരെ നന്നായി പ്രവർത്തിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ആമസോണിന്റെ സ്ഥാപകനായ കോടീശ്വരൻ ജെഫ് ബെസോസും മുൻ TV ജേർണലിസ്റ്റ് ലോറൻസ് സാഞ്ചയും തമ്മിലുള്ള വിവാഹത്തിന് വെനീസ് ആതിഥേയത്വം വഹിക്കുമെന്ന് ഉറപ്പായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ചടങ്ങുകൾക്ക് എത്തിയേക്കും. ജൂൺ 24-നും 26-നും ഇടയിൽ നടക്കാനിരിക്കുന്ന 3 ദിവസത്തെ വിവാഹ പരിപാടിയുടെ ചുമതല ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ഡൊമിനിക്കോ ഡോൾസിനായിരിക്കും. ഇറ്റാലിയൻ പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം വിവാഹ ആഘോഷങ്ങൾക്കായി വെനീസിലെ ഏറ്റവും ആഡംബരപൂർണ്ണമായ 5 ഹോട്ടലുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്യുകയും നഗരത്തിലെ വാട്ടർ ടാക്സികൾ മുഴുവൻ ഫ്ലീറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം റംദാനോട് അനുബന്ധിച്ച് പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻവോൾവ്മെന്റിലേക്ക് ഇതുവരെ ലഭിച്ചത് 372 കോടി ദിർഹം. 100 കോടി ദിർഹം സമാഹരിക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ റംസാൻ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രതീക്ഷിച്ചതിലും 3 ഇരട്ടി തുക സമാഹരിക്കാനായതായും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എക്സിലൂടെ അറിയിച്ചു. ഇതുവരെ 2,75,000-ത്തിലധികം പേർ സംഭാവന നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. റംദാന് തൊട്ടു മുമ്പായി പ്രഖ്യാപിച്ച പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും എല്ലാ മാർഗനിർദ്ദേശങ്ങളും ദൈവത്തോട് നന്ദി പറയുകയാണെന്നും അതോടൊപ്പം പദ്ധതിയിൽ പങ്കെടുത്തവർക്കും സംഭാവന അർപ്പിച്ചവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും ദൈവം എല്ലാവരോടും നല്ല പ്രവൃത്തികൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സംരക്ഷിക്കട്ടെ എന്നും ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു. പിതാക്കൾക്ക് ആദരമർപ്പിച്ചു തുടങ്ങിയ പദ്ധതിയിൽ ലോകത്തിലുടനീളമുള്ള നിർധനരായ മനുഷ്യർക്ക് സുസ്ഥിരമായ ആരോഗ്യ സേവനങ്ങൾ നൽകുകയാണ് ലക്ഷ്യം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷി അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ആണ് പദ്ധതി നടപ്പാക്കുന്നത്. എമിറേറ്റിൽ ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങളിൽ പൊതു പാർക്കിംഗ് സൗജന്യം. ബഹുനില പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിലാണ് സൗജന്യം ലഭിക്കുക എന്ന് റോഡ് ഗതാഗത അതോറിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ശവ്വാൽ 1 മുതൽ 3 വരെയാണ് ഈദ് അവധി ദിനങ്ങൾ. ശനിയാഴ്ച മാസപ്പിറ കാണുകയാണെങ്കിൽ ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ മാസപ്പിറവി കണ്ടില്ലെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലുമാണ് അവധി ലഭിക്കുക. ശവ്വാൽ 4 മുതൽ പാർക്കിംഗ് ഫീസ് വീണ്ടും ഈടാക്കി തുടങ്ങും. പെരുന്നാളിനോടനുബന്ധിച്ച് ദുബായ് മെട്രോയുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 5 മുതൽ പുലർച്ചെ 1 വരെയും ഞായറാഴ്ച രാവിലെ 8 മുതൽ പുലർച്ചെ 1 വരെയും തിങ്കൾ മുതൽ ബുധൻ വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 വരെയുമാണ് മെട്രോ സർവീസ് നടത്തുക. അതേസമയം ദുബായ് ട്രാം ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ പുലർച്ചെ 1 വരെ സർവീസ് നടത്തും. ആഘോഷങ്ങളുടെയും സന്തോഷത്തിന്റെയും ആത്മസംതൃപ്തിയുടെയും ഈദുൽ ഫിത്തറിനെ വരവേൽക്കാനൊരുങ്ങി വിശ്വാസി സമൂഹം. റംദാനിലെ രാത്രി നമസ്കാരത്തിന് പുറമെ അവസാന 10-ൽ പുലർകാല യാമങ്ങളിൽ UAEയിൽ പള്ളികളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 ആളുകളാണ് സംബന്ധിച്ചത്. പ്രാർത്ഥനകൾക്കൊപ്പം റംദാനിലെ തുടക്കത്തിൽ ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈദുൽ ഫിത്തറിന്റെ സുപ്രധാന ഘടകമായ ഫിത്തർ സക്കാത്ത് അർഹരായവർക്ക് എത്തിച്ചു നൽകുന്നതോടെ പരിസമാപ്തിയാവും. സുരക്ഷിതമായ റംദാൻ ആചരണത്തിന് ആഭ്യന്തര മന്ത്രാലയം നൽകിയ കരുതലും ശ്രദ്ധേയമാണ്. ഈദ് ആഘോഷ ദിനങ്ങളും സുരക്ഷിതമാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അധികൃതർ. ഈദ് അവധി ദിനങ്ങളിൽ ബീച്ചുകൾ, മലനിരകൾ, മാളുകൾ തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് വിഭാഗം പ്രവർത്തിക്കുമെന്നും റാക് പോലീസ് അറിയിച്ചു. വിനോദ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കണം. ഗതാഗത നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. വിവിധ സ്ഥാപനങ്ങൾ റംസാൻ തുടങ്ങിയ ആദായ വിൽപ്പന ഈദിനോടനുബന്ധിച്ച് കൂടുതൽ വിലക്കിഴിവ് പ്രഖ്യാപിച്ച ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ്.
റംദാൻ മാസത്തിന്റെ ബാക്കി ദിവസങ്ങൾ മസ്ജിദുൽ ഹറാമിൽ ചെലവഴിക്കാൻ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ മക്കയിലെത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് കിരീടാവകാശി ജിദ്ദയിൽ നിന്നും മക്കയിലെത്തിയത്. ആഭ്യന്തരമന്ത്രി അമീർ അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ നായിഫ്, സ്റ്റേറ്റ് മന്ത്രി അമീർ തുർക്കി ബിൻ മുഹമ്മദ് ബിൻ ഫഗത്, അമീർ സൽമാൻ ബിൻ തലാൽ ബിൻ സുൽത്താൻ ബിൻ സൗദ് എന്നിവർ കിരീടാവകാശിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിലേക്ക് ഇന്ത്യ സൈനിക ഗതാഗത വിമാനത്തിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ അയക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനം ഹിൻഡൻ വ്യോമസേനാ സ്റ്റേഷനിൽ നിന്ന് മ്യാൻമാറിലേക്ക് പോകും. ടെന്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, പുതപ്പുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണം, വാട്ടർ പ്യൂരിഫയർ, സോളാർ ലാമ്പുകൾ, ജനറേറ്റർ സെറ്റുകൾ, അവശ്യ മരുന്നുകൾ എന്നിവ അയച്ച ദുരിതാശ്വാസ സാമഗ്രികൾ ഉൾപ്പെടുന്നു എന്നും വൃത്തങ്ങൾ അറിയിച്ചു. വെള്ളിയാഴ്ചയാണ് മ്യാൻമാറിലും അയൽ രാജ്യമായ തായ്ലൻഡിലും ശക്തമായ ഭൂകമ്പം അനുഭവപ്പെട്ടത്. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ബിൽ നടപ്പ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് അനുസൃതമായാണ് തന്റെ സർക്കാർ വഖഫ് ബിൽ കൊണ്ടുവന്നത്. പുതിയ ബിൽ തർക്ക വിഷയങ്ങൾ മാത്രം പരിഗണിക്കാൻ കോടതി അവകാശമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ 123 പ്രധാന സ്ഥലങ്ങൾ വഖഫ് ബോർഡ് തങ്ങളുടെ സ്വത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡിലെ സുക്മ, ദന്തവാഡ അതിർത്തി പ്രദേശങ്ങൾ നക്സലേറ്റുകളും സുരക്ഷാ സേനയും തമ്മിലുള്ള വെടിവയ്പ് തുടരുന്നു. ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾക്ക് കനത്ത തിരിച്ചടി സംഭവിച്ചതായും 16 നക്സലേറ്റുകൾ കൊല്ലപ്പെട്ടതായും വൃത്തങ്ങൾ പറയുന്നു. പ്രദേശത്ത് സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ ഏറ്റുമുട്ടലും തിരച്ചിലും പുരോഗമിക്കുകയാണ്. ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേന 16 നക്സലേറ്റുകളെ വധിച്ചതായും 2 സൈനികർക്ക് നിസ്സാര പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട് മുഖ്യമന്ത്രിയായി MK സ്റ്റാലിൻ തന്നെ വരണമെന്ന് കൂടുതൽ പേർ ആഗ്രഹിക്കുന്നുവെന്ന് സർവേ ഫലം പുറത്ത്. സി വോട്ടർ സർവേയിലാണ് കൂടുതൽ പേർ വീണ്ടും മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ ആഗ്രഹിക്കുന്നത്. 27% പേർ സ്റ്റാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇഷ്ടപ്പെടുന്നു. TVK നേതാവ് വിജയ് ആണ് 2ാം സ്ഥാനത്ത്. 18% പേർ വിജയ് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രതിപക്ഷ നേതാവും AIADMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവണമെന്ന് 10% പേർ ആഗ്രഹിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ മുഖ്യമന്ത്രിയാവണമെന്നത് 9% പേരും ആഗ്രഹിക്കുന്നു. അടുത്ത തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം തമിഴ് വെട്രി കഴകമെന്ന TVKയും DMKയും തമ്മിലായിരിക്കുമെന്ന് നടനും TVK അധ്യക്ഷനുമായ വിജയ്. തമിഴ്നാട് ഇതുവരെ കാണാത്ത തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരിക്കും അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്നും വിജയ് പറഞ്ഞു. അണ്ണാ DMK പോലുള്ള പാർട്ടികൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കില്ല. BJPക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ലെന്നും വിജയ് പറഞ്ഞു. ഇനി കേരള ഹൈലൈറ്റ്സ്. ഇന്ത്യ ടുഡേ മാഗസിന്റെ ഇന്ത്യ ടുഡേ ടൂറിസം സർവേ 2025 അവാർഡ് കേരള ടൂറിസത്തിന്. ഏറ്റവും മനോഹരമായ റോഡ് വിഭാഗത്തിൽ ഇന്ത്യ ടുഡേ എഡിറ്റേഴ്സ് ചോയ്സ് അവാർഡിനാണ് കേരളത്തെ തിരഞ്ഞെടുത്തത്. മൂന്നാർ മുതൽ തേക്കടി വരെയുള്ള റോഡാണ് കേരളത്തെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ടുഡേ വാർഷിക ടൂറിസം സമ്മേളനത്തിൽ കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നിന്നും കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ അവാർഡ് ഏറ്റുവാങ്ങി. ടൂറിസം മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യ ടുഡേ നൽകുന്ന വാർഷിക പുരസ്കാരമാണിത്. പ്രകൃതിയോടിണങ്ങുന്ന കേരളത്തിന് തനത് വിനോദസഞ്ചാരങ്ങൾ അനുഭവങ്ങളുള്ള സ്വീകാര്യതയ്ക്ക് ടൂറിസം മേഖലയിൽ കേരളം നടപ്പാക്കുന്ന നൂതന പദ്ധതികൾക്കും ആകർഷണമുള്ള അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരത്തെ കാണുന്നുവെന്നും ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.71 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 85.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 92.54 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. IPLൽ 18 വർഷം തകരാതെ കാത്ത ചെപ്പോക്കിൽ ചെന്നൈയുടെ കോട്ട തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ചെന്നൈക്കെതിരെ 50 റൺസിന്റെ ആധികാരിക ജയവുമായാണ് ചെപ്പോക്കിൽ 2008 ശേഷം RCB ആദ്യ ജയം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത RCB ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യത്തിന് മുന്നിൽ തുടക്കം മുതൽ അടിതെറ്റിയ ചെന്നൈയുടെ പോരാട്ടം 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസിൽ അവസാനിച്ചു. 41 റൺസ് എടുത്ത രജിൻ രവീന്ദ്രയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. ചെന്നൈക്കായി 8ാമനായി ക്രീസിലിറങ്ങിയ ധോണി 2 6 3 4 പറത്തി 15 പന്തിൽ 30 റൺസുമായി പുറത്താകാതെ നിന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സൗദി മധ്യസ്ഥത വിജയിച്ചു. സിറിയയ്ക്കും ലെബാനുമിടയിൽ അതിർത്തി നിർണ്ണയിക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ജിദ്ദയിൽ നടന്ന ചർച്ചകളിൽ. ഭൂകമ്പം കനത്ത നാശം വിധിച്ച മ്യാൻമാറിൽ രക്ഷാദൗത്യം തുടരുന്നു. മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 1002 മരണമാണ് സ്ഥിരീകരിച്ചത്.
നിരവധി പേർ ഇനിയും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 2376 പേർക്ക് പരിക്കേറ്റതായി മ്യാൻമാർ സൈനിക വക്താവ്. തായ്ലൻഡും വൻ നാശനഷ്ടം. ചൈനയുടെയും റഷ്യയുടെയും ഭീഷണി തടയാൻ US ഗ്രീൻലാൻഡ് ആർട്ടിക് ദ്വീപിന്റെ നിയന്ത്രണം നേടണമെന്ന് സൈനികരോട് ആഹ്വാനം ചെയ്ത് ഗ്രീൻലാൻഡിലെത്തിയ US വൈസ് പ്രസിഡന്റ് ഡി വാൻസ്. ഏലിയൻ നിയമം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് തുടരാൻ സർക്കാരിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച് വൈറ്റ് ഹൌസ്. UN നേതൃത്വത്തിൽ ഉക്രൈനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്താമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഉക്രൈൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കുക എന്നതാണ് ആശയമെന്നും പുടിൻ. ആമസോൺ സ്ഥാപകനായ കോടീശ്വരൻ ജെഫ് ബെസോസും മുൻ TV ജേർണലിസ്റ്റ് ലോറൻസ് സാഞ്ചയും തമ്മിലുള്ള വിവാഹത്തിന് വെനീസ് ആതിഥേയത്വം വഹിക്കും. ജൂൺ 24-നും 26-നും ഇടയിൽ നടക്കാനിരിക്കുന്ന 3 ദിവസത്തെ വിവാഹ പരിപാടിയിൽ ഡൊണാൾഡ് ട്രംപും എത്തും. ലക്ഷ്യമിട്ടത് 100 കോടി ദിർഹം സമാഹരിക്കാൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മക്തും. റംദാനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ജീവകാരുണ്യ പദ്ധതിയായ ഫാദേഴ്സ് എൻവോൾവ്മെന്റിലേക്ക് ഇതുവരെ ലഭിച്ചത് 372 കോടി ദിർഹം. എമിറേറ്റ്സിൽ ഈദുൽ ഫിത്തർ അവധി ദിനങ്ങളിൽ പൊതു പാർക്കിംഗ് സൗജന്യം. ബഹുനില പാർക്കിംഗ് ടെർമിനലുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളാണ് സൗജന്യം ലഭിക്കുക. റംദാൻ മാസത്തിൽ ബാക്കി ദിവസങ്ങളിൽ മസ്ജിദുൽ ഹറാമിൽ ചെലവഴിക്കാൻ സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ മക്കയിലെത്തി. ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിലേക്ക് ഇന്ത്യ വ്യോമസേനയുടെ C-130J വിമാനത്തിൽ 15 ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ അയക്കും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.